സാധാരണ മനുഷ്യനായിട്ടുള്ള ഞാൻ അസാധാരണമായിട്ട് ചിന്തിക്കുന്ന, അസാധാരണമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം എന്നെ മാനസികമായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയെ, എൻ്റെ ചിന്താഗതിയെ, എൻ്റെ മാനസികാവസ്ഥയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നിസ്സാരം, ഇതെന്ത് എന്ന് വിചാരിച്ച് ജോലി ചെയ്താൽ അങ്ങനെ ജോലി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ അയാൾക്ക് നന്നായി അവിടെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്താൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്, അവിടെ നമ്മൾ ജോലി ചെയ്യുകയാണ്. ആ ജോലി ചെയ്യുന്നത് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളുടെ എല്ലാ പ്രവൃത്തികളും അയാളെ തിരുത്താനും അയാളെ സ്വാധീനിക്കാനുമാണ് എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കണം. അതിനോടൊപ്പം നമ്മൾ അയാളെ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അയാൾ നമ്മളുമായിട്ട് മാനസികമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. അയാളുടെ സ്വാധീനത്തിൽ നമ്മൾ പെടാതിരിക്കണം എന്നെപ്പോഴും നമ്മൾ വിചാരിക്കണം. നമ്മൾ അയാളെ സ്വാധീനിക്കണം, അയാൾ നമ്മളെ സ്വാധീനിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ആ ഒരു മുൻവിധിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ധാരണയോടുകൂടിയോ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോടുകൂടിയോ വേണം ഒരാളൊരു കറക്ഷൻ ജോലി ചെയ്യാൻ. അത് ഒരു നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്.